വീട് പണയത്തിന് എടുത്തത് അപ്പൻ്റെ പൈസയ്ക്ക്, വിൽക്കാൻ നോക്കുന്നത് അപ്പൻ തന്ന പുരയിടം, കാറ് വാങ്ങിയത് അപ്പൻ തന്ന ഗോൾഡിന്, ഇപ്പോൾ അടി ഉണ്ടാക്കുന്നതും അപ്പൻ തന്ന ഗോൾഡിന്, മാസം 12,000 രൂപ വേറെയും അപ്പൻ തരുന്നുണ്ട്. പച്ചവീട്ടിൽ പ്രശ്നേഷിൻ്റെ പുതിയൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. ഇതിപ്പോഴെങ്ങും നിർത്താനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. എന്തായാലും താമസിക്കാതെ നിർത്തിയേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തിനകത്ത് വെച്ച് തന്നെ പ്രശ്നേഷിൻ്റെ അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ആ പെങ്ങളെ അപമാനിച്ചതിനും പിന്നെ കയ്യേറ്റ ശ്രമം നടത്തിയതിനും എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ പോലീസുകാർ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ പ്രശ്നേഷിൻ്റെ അറസ്റ്റ് ഉണ്ടാവും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാര്യം ഇതിവൻ ചോദിച്ച് മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫാമിലി പരമായിട്ട് എല്ലാവരും കൂടി കരുതിക്കൂട്ടി ചെയ്തൊരു പരിപാടിയൊന്നുമല്ല. ഇത് ശരിക്കും ഇങ്ങനൊരു സംഭവം ഉള്ളതാണ്. അവൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവൻ ഇത് മുതലെടുക്കുന്നത് പോലെയാണ് നമുക്കൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ പ്രശ്നേഷിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗിയർ പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി ഭാഗത്ത് പോകണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം. കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെപ്പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. അവനവൻ്റെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെപ്പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കിയെടുക്കുക. നാട്ടുകാർ മൊത്തം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതല്ല പതിവ്. മനസ്സിലായോ? പല കുടുംബ പ്രശ്നങ്ങളും പല വീടുകളിലും ഉണ്ട്. അവരാരും വന്ന് എൻ്റെ പെങ്ങൾക്ക് പല പല റിലേഷൻഷിപ്പ് ഉണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നുള്ള രീതിയിൽ ഒരിക്കലും വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. നീ എന്ന് പറയുന്നൊരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? നാഴിക്ക് 40 വട്ടവും വന്നിട്ട് കുറ്റങ്ങളാണ് വന്നിരുന്ന് പറയുന്നത്. സ്വന്തം വീട്ടുകാരെ പറ്റിയിട്ട് വരെ വന്നിരുന്ന കുറ്റമാണ്. തുടക്കകാലം തൊട്ടേ സ്വന്തം അച്ഛനെ പറ്റിയിട്ട് വരുന്ന കുറ്റങ്ങൾ മൊത്തം. ഞാനൊരു കമൻറ്റ് ഞാനിവിടെ വായിക്കാം. നിന്റെ പ്രൂഫ് എവിടെ? വീട് പണയത്തിന് എടുത്തത് അപ്പൻ്റെ പൈസയ്ക്ക്, വിൽക്കാൻ നോക്കുന്നത് അപ്പൻ തന്ന പുരയിടം, കാറ് വാങ്ങിയത് അപ്പൻ തന്ന ഗോൾഡിന്, ഇപ്പോൾ അടി ഉണ്ടാക്കുന്നതും അപ്പൻ തന്ന ഗോൾഡിന്, മാസം 12,000 രൂപ വേറെയും അപ്പൻ തരുന്നുണ്ട്. അതായത് ജീവിതം മുഴുവൻ ഇവൻ 24 മണിക്കൂറും കുറ്റം പറയുന്നത് അപ്പൻ്റെ പൈസയ്ക്ക്, എന്നിട്ട് തള്ളോ. കേട്ടല്ലേ? ഇതാണ് പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവൻ്റെ അപ്പം പണ്ടേ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇവർക്കൊന്നും കൊടുക്കാതൊക്കെ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ആ പുള്ളിക്കാരൻ മാസം 12,000 രൂപ വെച്ച് ചിലവിന് കൊടുക്കുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്ക്. പോരാത്തതിന് അവൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിടാനുള്ള സ്വർണ്ണം ഉൾപ്പെടെ കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ആ വ്യക്തിയാണ് ഇവൻ മുഴുവൻ സമയം വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതായത് ഇവൻ എന്ന് തൊട്ട് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന ഇൻസ്റ്റയിൽ പേജ് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ഇവൻ്റെ അപ്പനെ അവൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അപ്പൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ട്, അപ്പൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എന്ത് തന്നെ ആയാലും അവൻ്റെ അപ്പം കൊടുത്ത ആ ഒരു ഗോൾഡ് തന്നെയാണ് ഇവൻ ഇപ്പം പിടിച്ചു പറിക്കാനായിട്ട് നോക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്, അല്ല വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും കൊള്ളാം, നല്ല പരിപാടി തന്നെ കാണിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. പിന്നെ മറ്റേ വാളിക്കാടനാണ് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് എൻ്റെ അനീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ സ്വർണ്ണത്തിലോട്ട് എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുള്ളൂ. അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എന്ന്. എടി നിന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചെലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനിടുന്ന പൈസയ്ക്കകത്തുനിന്ന് ചിലവ് നോക്കിയിട്ട് എൻ്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കാനാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു. അല്ലാതെ നീ പറയുന്ന മറ്റേ ഗോൾഡിന്റെ മൂഞ്ചലുണ്ടല്ലോ, അത് ആരാണോ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിന്റെ സ്വർണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ, അതായത് 2.5 ലക്ഷത്തിനുള്ള സ്വർണം എൻ്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുകളായിരിക്കും, നോ പ്രോബ്ലം, കംപ്ലീറ്റ്ലി ഓക്കെ. ശരിക്കും പറഞ്ഞാൽ രോഹിത്, നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പം കൊടുത്ത സ്വർണ്ണമല്ലേ, അത് നീ എടുത്ത് വിറ്റിട്ടാണ് ഈ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇവിടെ തീർന്ന് നീ എന്ന് പറയുന്നൊരു വ്യക്തി. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഇവൻ്റെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനും താല്പര്യമില്ല. എനിക്ക് പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവനെപ്പറ്റി പറഞ്ഞത് സ്വന്തം പെങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു നിലപാടും ഒരു ബോധവും ഇല്ലാതെയാണ് ഈ ഒരു പയ്യൻ വന്നിരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം എന്ത് കിട്ടും? ഇവനെ സംബന്ധിച്ച് റവന്യൂ എങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവരെ വെച്ചുകൊണ്ട് ഇപ്പം കുറ്റം പറഞ്ഞിട്ട് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മയുടെ ആയാലും ആ ഒരു മകളുടെ ആയാലും അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അവരെത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കാം. അവർക്ക് വേണമെങ്കിൽ ഇത് വെച്ച് കാശുണ്ടാക്കായിരുന്നു. അവരത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പം ഇവൻ്റെ ഭാഗത്ത് തന്നെയാണ് കംപ്ലീറ്റ് മിസ്റ്റേക്കും, വേറെ ഒന്നുമല്ല.
അതിനുള്ള 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിൻ്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഒപ്പിട്ടെന്നുള്ളതും ഒക്കെ എൻ്റെ തെളിവുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു കോപ്പും അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പും ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാൻ അധ്വാനിച്ച കാശിനകത്ത് നീയൊക്കെ തിന്നിട്ട്, മനസ്സിലായല്ലേ, നീയൊക്കെ ആരെയൊക്കെ അമ്മയും പെങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, തിന്നുന്നതിന് വരെ വന്നിരുന്ന് കണക്ക് പറയുന്നത്. ഇവൻ്റെ കൂടെ താമസിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പറയുവാണ്, നാളെ എൻ്റെ പൊന്നുമോളെ നിന്നെ പറ്റിയും ഇവൻ വന്നിരുന്ന് ഇത് തന്നെയായിരിക്കും പറയാൻ പോണത്. എങ്ങനെയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? എനിക്ക് ഇവരെന്തോ മാനസികമായിട്ടുള്ള അസുഖമുണ്ട് കേട്ടോ. ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് ചുമ്മാ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചിലവാക്കിക്കാഞ്ഞതും എൻ്റെ ഒരു ആണത്തം കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. എടാ, നീയാണ് അവിടുത്തെ മൂത്ത മകൻ, നീയാണ് കുടുംബം നോക്കേണ്ടത്, അല്ല നാട്ടുകാരല്ല. പോരാത്തതിന് നിന്റെ അച്ഛൻ പൈസ മാസം തരുന്നുമുണ്ട് അല്ലേ? പക്ഷെ നീ നിൻ്റേതായിട്ടുള്ള കടമ നീ കാണിക്കണം. നീ ഇപ്പോൾ അതല്ല ഒരു കുറ്റമായിട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് എന്താണ് നിനക്കൊക്കെ നിനക്കൊക്കെ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി ഒരു അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നീ ആ ഒരു അമ്മ ഇൻസ്പിറേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് കിടന്നതാ. എന്നിട്ടാണ് നീ ഇപ്പം വന്നിരുന്ന് അവർ കഴിച്ചതിന് വരെ കണക്ക് പറയണത്. കാരണം അതിനുള്ള എക്സാമ്പിളാണ് ഇത്രയും കാലം പണിയെടുത്തത്. അമ്മച്ചി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നീ പണിക്ക് അന്ന് കക്കൂസ് കഴുകിയും പറമ്പിൽ പണിയെടുത്തും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ് അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ആരോ പറഞ്ഞാണ്, ഇത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് അറിയില്ല, അമ്മ പറഞ്ഞെന്ന്, ഇപ്പം മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയില്ലേ, അച്ഛനിട്ടേക്കുന്ന പൈസ, അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അത് ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന്. ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട്, അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഉഴച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെത് വരെ മേടിച്ച് അമ്മയുടെ പേരിൽ തന്നതും ഒക്കെ അതിനൊക്കെയുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായി, സമാധാനമായി, നന്ദിയുണ്ടമ്മേ, 1000 നന്ദിയുണ്ട്. പിന്നെ വളിക്കാടനോട് ചോദിക്കാൻ 2 ചോദ്യമേ ഉള്ളൂ. ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചത്, 4000 രൂപയുടെ. ബാക്കി 26,000 ചില്ലുവാൻ രൂപയുടെയും 8,000 രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല? ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു? എന്നോടൊന്നും ഒന്നും പറയാനില്ല. കാര്യം യാതൊരു ബോധവും ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ഇവൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? ഇനി ഇവൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലിനകത്ത് പൊന്മാൻ സിനിമയുടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവൻ സ്വർണത്തെ പറ്റിയിട്ട് വന്നിരുന്ന് വർണ്ണിക്കുന്ന കുറച്ച് വർണ്ണനയുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം കല്യാണം കഴിക്കുന്നത് ഡൗറിക്കും സ്വർണത്തിനും ലാഭത്തിനും മാത്രമായിട്ട് എനിക്ക് കല്യാണം കഴിച്ച് കിട്ടുന്ന സാധനം കിട്ടിയിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ സെറ്റാക്കാനും എനിക്കൊന്ന് സെറ്റിലാവാനും എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനൊക്കെ പറഞ്ഞ് നടക്കുന്ന ഓരോ സ്വർണ്ണേഷികൾക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു വിശേഷണമായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കേട്ടല്ലോ, സ്വർണത്തെ പറ്റിയിട്ട് അളിയൻ വന്നിരുന്ന് പറയണതാ. ഇനി 0 ഗോൾഡ് കല്യാണത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. എനിക്ക് മാത്രമല്ല, സ്വർണം വാങ്ങിച്ച് കല്യാണം കഴിച്ച ഓരോരുത്തർക്കും അത് ശരിക്കും പൊട്ടും, നല്ല രീതിയിൽ കൊള്ളുകയും ചെയ്യും. ഞങ്ങളുടെ കല്യാണം ആണെങ്കിലും 0 ഗോൾഡ് വെഡിങ് ആയിരുന്നു, അതേപോലെ 0 ആൽക്കഹോൾ, 0 ജാതകമായിരുന്നു. അതിന്റെ പേരിൽ ഒത്തിരി ബുള്ളിയും കളിയാക്കലും ഒക്കെ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ഞങ്ങൾ റിലേഷനിലായിരുന്ന സമയം തൊട്ട് തന്നെ ഇവൻ പറയുമായിരുന്നു നമുക്ക് 0 ഗോൾഡ് വെഡിങ് മതിയെന്ന്. അതിന്റെ പേരിൽ എന്റെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വരെ ഇവൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം എന്ന് പറയുന്ന സാധനം 2 വ്യക്തികളുടെ ഉള്ളിലോ 2 ഫാമിലീസിന്റെ ഉള്ളിലോ അല്ല. നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന വലയം, സമൂഹം, അതായത് നാട്ടുകാരെന്ന് പറയുന്ന വലയം, ഈ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയാണ്. ഇപ്പൊ കല്യാണത്തിന് സ്വർണം ചെക്കൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും കൊടുക്കാണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ അവൻ ലാസ്റ്റ് അവന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ സ്വഭാവം മാറി നമ്മുടെ കയ്യിൽ കണക്ക് ചോദിച്ചേക്കാം. കല്യാണ സമയത്ത് കുറെ എണ്ണം വരും, തിന്നാൻ വേണ്ടി മാത്രമല്ല, വന്നിട്ട് എന്തൊക്കെ കുറ്റമുണ്ടോ, ഇതെന്താടേ പെണ്ണിന് എന്താ ഒന്നും കൊടുത്തില്ല, ഇത്രയും കാലം ഇവളുടെ തന്ത എന്തിനാ പണിയെടുത്തത്, ഇത്രയും കാലം അവളുടെ തന്ത ജീവിച്ചത് അവളെ കെട്ടിച്ചു വിടുന്നവന് കോരി വാരി എടുത്തു കൊടുക്കാനാണോ, അല്ലെ അങ്ങനെ കിട്ടിയിട്ടുവാണോ ചെക്കന് ജീവിക്കാൻ, ചെക്കന്റെ കടം തീരാൻ? അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ മാറണം എന്നൊരു ചൂണ്ടിക്കാട്ടലും കൂടെയാണ് ഈ ഒരു സിനിമ വരുന്നത്. നമ്മുടെ ലൈഫിലും നമ്മൾ അങ്ങനെ ഒരു ചൂണ്ടിക്കാട്ടൽ തന്നെയാണ് ചെയ്തത്. കേട്ടല്ലോ, ഇത്രയും ഡയലോഗ് അടിക്കുന്നവനാ പെങ്ങളുടെ സ്വർണം പിടിച്ചു പറിക്കാനായിട്ട് നടക്കുന്നത്.
ശരിക്കും നിലപാടെന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഈ ഒരു ചെറുക്കനില്ല. ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി, മനസ്സിലായില്ലേ? കുടുംബ പ്രശ്നം പബ്ലിക്കാക്കി, എന്നിട്ട് അത് വെച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. നിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം നിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഫാമിലി കാര്യങ്ങളെല്ലാം മേ ബി നിൻ്റെ സൈഡാണെങ്കിൽ ന്യായം ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ എന്ത് തന്നെ ആയാലും ആ പെങ്ങളെ പറ്റിയിട്ട് വന്നിരുന്ന് പബ്ലിക്കിൽ വന്ന് പറയുന്നത് ശരിയുള്ളൊരു പരിപാടിയല്ല. അത് ആ കാര്യം അതിന് പോലും നിനക്കൊരു ഒരു ബോധമില്ലെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ നീ കാണിക്കുന്ന പ്രവൃത്തിക്ക് നിൻ്റെ വൈഫിനും കൂടിയാണ് ചീത്തവിളി കേട്ടോണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. എന്തായാലും ഇവൻ്റെ പോലീസ് കേസിനെ പറ്റിയിട്ട് മനോരമ ചാനലിനകത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. റോയ് കുട്ടാർച്ചിറയുണ്ട് വിശദാംശങ്ങളുമായി. റോയ്, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? പർവതി, ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിത്തിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബറായിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓക്കെ, ഇത്രയേ ഉള്ളൂ. താമസിക്കാതെ അറസ്റ്റ് ചെയ്യും. രണ്ടുപേരെയും കോംപ്രമൈസ് ടോക്കനാണ് വിളിച്ചപ്പോഴത്തേക്ക് രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് വനിതാ പോലീസുകാർ കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവൻ ആ ഒരു പെൺകുട്ടിയെ തല്ലിയതിന് കേസെടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തിയതിന് കേസെടുത്തിട്ടുണ്ട്. 100% അറസ്റ്റ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. മുൻകൂർ ജാമ്യം വല്ലതും എടുക്കണമെങ്കിൽ നീ എവിടെയെങ്കിലും ഒളിവിപ്പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ 100% നിന്നെ പിടിക്കും. എന്തായാലും പുതിയൊരു പേരും കൂടെ വീണിട്ടുണ്ട്, സ്വർണേഷ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.